ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ പപ്പായ കൊണ്ട് ഒരു സ്നാക്സ് തയ്യാറാക്കട്ടെ നമുക്ക്. അപ്പോൾ അതിനായിട്ടൊരു പപ്പായയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരുവും ഇതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കണം നമുക്ക്. തൊലിയൊക്കെ ചെത്തണം കേട്ടോ നന്നായി. തൊലിയൊക്കെ ചെത്തി അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ടൊക്കെ ഒന്ന് കളയാനുള്ളതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ പയർ പകുതി ഞാൻ എടുത്തിട്ടുള്ളത് സ്നാക്സിന്. അപ്പോൾ അത് നമുക്ക് വൃത്തിയാക്കി തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് ചെറുതാക്കി ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. കണ്ട ഇതുപോലെ ഇങ്ങനെ 4 പീസുകളാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അത് 4 ഇതുപോലെ ഉരച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. കണ്ട ഇതുപോലെ. അപ്പോൾ നമുക്ക് 4ഉം ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളമില്ലേ, തിളച്ച വെള്ളം നല്ല ചൂടോട് കൂടി വെച്ചെടുക്കാണ്ട്. ഇതിനൊരു പശ ഉണ്ടാവും, ഒരു പച്ച പപ്പായനെ. അപ്പോൾ പച്ച പപ്പായയുടെ പശ പോകാനായിട്ട്, ആ കറയുടെ മണമൊക്കെ പോകാനായിട്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് കഴുകി നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അരിപ്പക്കയിലേക്ക് ഊറ്റിയിടാം കേട്ടോ, വെള്ളം വാലാനായിട്ട്. അപ്പോൾ ആ പശയുടെ മണമൊക്കെ കഴുകി തിളച്ച വെള്ളത്തിലിട്ട കാരണം അതൊക്കെ റെഡി പോയിണ്ടാവും കേട്ടോ. ഇനി അരിപ്പത്തട്ടിൽ കുറച്ച് നേരം വെള്ളം വാലാനായിട്ട് വെക്കാം കേട്ടോ. എൻ്റെ സൗണ്ട് ഇങ്ങനെ നീർവിച്ചൊക്കെ ആയിട്ട് സൗണ്ട് അടഞ്ഞിട്ടാ കാരണം ഇത്തിരി സൗണ്ടിൻ്റെ മാറ്റം ഉണ്ടാവും. ഇനി നമ്മളൊരു ബൗളെടുത്തിട്ട് ആ ബൗളിൽ ഒരു 1.5 കപ്പ് മൈദവെള്ളം എടുത്തു കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. അതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് അത് നന്നായി മിക്സ് ആക്കിയിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കട്ടെ പൊടി. ഈ നെയ്യിലിട്ടിട്ട് മൈദ ഒന്ന് നന്നായി കൈ കൊണ്ട് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കട്ടെ. അപ്പോൾ ഒന്ന് കുറച്ച് നനവ് വരും പൊടിക്ക്. അതിന് ശേഷം കപ്പിൽ വെള്ളം എടുത്തിട്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴയ്ക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. കൂടുതൽ വെള്ളമായാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പരത്താൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരുപോലെ നമ്മൾ കുഴച്ചെടുക്കാതെ കണ്ട. അപ്പോൾ നല്ല പാകത്തിന് കുഴച്ച് ഒരു 5-6 മിനിറ്റ് നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടാ കണ്ട. ഇനി നമുക്കിതൊരു മൂടി കുറച്ച് നേരം മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അടുത്തതൊരു പാൻ എടുത്തു. ആ പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ 2 കപ്പ് നാളികേരപ്പാൽ, 250 ml കപ്പിൽ 2 കപ്പ് നാളികേരപ്പാൽ പാനിലേക്ക് ഒഴിച്ചു കേട്ടോ. അതിലേക്ക് നമ്മൾ പപ്പായ ചെറുതായി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ, കഴുകി തിളച്ച വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളം വലം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിലേക്ക് നാളികേരപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ആ നാളികേരപ്പാലിൽ കിടന്നത് നന്നായി വേവണം. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമുക്കത് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് വെന്തോ നോക്കുമ്പോൾ ചെറുതായി ഒന്ന് നോക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ മറ്റുള്ള സാധനങ്ങളും കൂടി ചേർക്കുക ആവശ്യത്തിന്. അപ്പോൾ പഞ്ചസാര 1/2 കപ്പോളം ചേർത്തുട്ടോ മധുരത്തിൻ്റെ ആവശ്യത്തിന്. പിന്നെ ഒരു 1/4 കപ്പ് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ വീഡിയോ അതിൽ മിസ്സായി പോയി. ഒരു 1/4 ടീസ്പൂണോളം മധുരത്തിൻ്റെ ബാലൻസിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായ ഒരു 5-6 പൊടിച്ച് ചേർത്തിട്ടുണ്ട് ഫ്ലേവറിൻ്റെ മണത്തിന്. ഇനി ഒരു 250 ml കപ്പിൽ 1 കപ്പ് നാളികേരം ചേർത്തു കേട്ടോ, ചെരുകിയത്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി മിക്സ് ആക്കുക കേട്ടോ. എന്നിട്ട് അതിലെ വെള്ളം വലിഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ നൈസായിട്ട് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ പൊടിയിൽ നിന്ന് 2 ടേബിൾ ടീസ്പൂണോളം പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ട് ഇളക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം ഇങ്ങനെ പൊടി വറുത്തായി കാരണം വേഗം ഇങ്ങനെ കട്ട വരും കേട്ടോ. വേഗം വെള്ളം വലിഞ്ഞതേ കണ്ട കട്ട പോലെ ആയി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ ഫില്ലിങ്ങിന്. പിന്നെ അപ്പോൾ നെയ്യ് കൂടിയും ചേർത്ത് ഒന്ന് മിക്സായി എല്ലായിടത്തേക്കും നെയ്യ് തോളം ഇളക്കി കൊടുക്കുക. അങ്ങനെ അല്ലാതെ പിന്നെ ഇനി അതിലേക്ക് നമ്മളൊരു 6 ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബ്രെഡ് മുറിച്ചിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രെഡെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കുറച്ച് എണ്ണയും ചേർക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചേർക്കണം അതിനൊപ്പം. അപ്പോൾ ആ നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് അത് ചൂടാകുമ്പോൾ റോസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഓരോ പീസ് ബ്രെഡുകൾ അങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക എല്ലാതും. അപ്പോൾ അങ്ങനെ വെച്ച് എല്ലാതും പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിലിടാവും കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം വേഗം കരിഞ്ഞു പോവും. അപ്പോൾ ഒരു 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും അടിഭാഗം ആയിട്ടുണ്ടാവും. നമുക്ക് പതുക്കെ ഒന്ന് മറച്ച് കൊടുക്കുക അടിഭാഗം. കണ്ടപ്പോൾ ആയിട്ടുണ്ട്. അതുപോലെ എല്ലാതും മറച്ച് വയ്ക്കുക, എല്ലാ പീസുകളും മറച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ എല്ലാ പീസും ഇതുപോലെ മറച്ച് കൊടുക്കുക.
കണ്ട അല്ലാതെ ഇപ്പോൾ അടിഭാഗം അതിൻ്റെ മോൾ ഭാഗവും ആയിട്ടുണ്ടാവും കേട്ടോ. 2 മിനിറ്റല്ലേ വേണ്ടു, വേഗമാവും. ബ്രെഡല്ലേ, വേഗം ചെറിയ ചൂട് തട്ടി വേഗം റോസ്റ്റ് ആവും കേട്ടോ. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം അല്ലാതെ. അപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ എണ്ണയിൽ. ഇനി നമുക്ക് നമ്മൾ കുഴച്ച് വെച്ച മൈദ ഉണ്ടല്ലോ, നമ്മൾ കുഴച്ച് വെച്ച മൈദ എടുക്കട്ടെ തന്നെ അടുത്തത്. എന്നിട്ട് അത് നല്ല 5-6 മിനിറ്റ് ഇരുന്നപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഇനി ഒരു പലക എടുത്തിട്ട് ആ പലകേമ എണ്ണയാക്കിയിട്ട് കുറച്ച് എണ്ണ പറ്റി തടവി കൊടുക്കുക. എന്നിട്ട് ഓരോ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് മതിയിട്ട് നല്ല സോഫ്റ്റായി മാവല്ല. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ പരത്തി കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് കണ്ട നന്നായി പരന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള ആവശ്യത്തിനുള്ള രൂപത്തിൽ പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡില്ല, ആ ബ്രെഡിൽ നിന്ന് ഒരു പീസ് വെച്ചു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പപ്പായ കൊണ്ട് തയ്യാറാക്കി വെച്ച ഫില്ലിങ് വെച്ചു നടുഭാഗത്ത് വെച്ച് കൊടുക്കുക. കണ്ട നടുഭാഗത്ത് ആ ഫില്ലിങ് വയ്ക്കുക. അതിൻ്റെ മുകളിൽ പിന്നെ ഒരു ബ്രെഡ് പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 4 പുറം ഫില്ല് ചെയ്യുക കേട്ടോ. കണ്ട ആ മൈദ പരത്തിയതുണ്ടല്ലോ, അതുകൊണ്ട് 4 പുറം നമ്മളിതുപോലെ മടക്കി കൊടുക്കുക. കണ്ട നല്ല ഭംഗിയിൽ മടക്കി കൊടുക്കുക. മാവ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ നീളത്തിലുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് മാവ് എടുത്ത് മാറ്റാം കേട്ടോ. കട്ടിയിൽ വല്ലാണ്ട് ആക്കണ്ട. അതുപോലെ ഈ 4 പുറം അതുപോലെ അങ്ങനെ ആക്കി കൊടുക്കുക. കണ്ട അപ്പോൾ 4 പുറം അടച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ 4 പുറം ഒപ്പാക്കുക. വേണമെങ്കിൽ കൈ കൊണ്ട് നന്നായി ഒപ്പാക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇനി ബാക്കിയുള്ള ബ്രെഡൊക്കെ ഇതുപോലെ മൈദ എടുത്തിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ മാവ് എടുത്ത് പരത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ബ്രെഡൊക്കെ വെച്ച് ശരിയാക്കാം കേട്ടോ. എല്ലാ ബ്രെഡിലും വെച്ച് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുക. കണ്ട അപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ അതുപോലെ വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ വെച്ചിട്ട് ചൂടായി. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ അധികം എണ്ണയിൽ മുക്കി പൊരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉള്ളിലത്തെ ഫില്ലിങ്ങും ബ്രെഡൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്തതല്ലേ, ഫില്ലിങ്ങൊക്കെ വെന്തതാണ്. അപ്പോൾ മുകളിലത്തെ മൈദയുടെ മാവിൻ്റെ മാത്രം ഒന്ന് റോസ്റ്റ് ആവാനുള്ളൂ. അപ്പോൾ അതിങ്ങനെ മറിച്ച് തിരിച്ചൊക്കെ ഇങ്ങനെ ചെറുതായി എണ്ണ ഒഴിച്ചിട്ട് മറിച്ച് തിരിച്ച് വെച്ച് കൊടുത്താൽ നല്ല റോസ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അടിഭാഗം ഒരുവിധം റോസ്റ്റായി തുടങ്ങി. അപ്പോൾ നമുക്ക് മറിച്ച് വയ്ക്കുക. 2 ഭാഗം ആദ്യം വേവിക്കുക, പിന്നെ ഒരേ സൈഡ് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. കണ്ട അപ്പോൾ അടിഭാഗം അതിൻ്റെ മറ്റേ ഭാഗം ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക. എല്ലാതും ഇതുപോലെ അടിഭാഗം വെച്ച് കൊടുക്കുക. പിന്നെ അടിഭാഗം ആകുമ്പോൾ സൈഡും വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം കേട്ടോ. 4 സൈഡും ഫ്രൈ ആയി കിട്ടണ്ട. അതിന് 4 സൈഡും മറിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റായിട്ട് ഈ സ്നാക്സ് കഴിക്കാൻ. പപ്പായ എന്നിട്ട് കാര്യമില്ല, അത് നല്ല ടേസ്റ്റിന്. ആ നാളേരപ്പാലിൽ വെന്ത് പഞ്ചസാരയും ഏലക്കായൊക്കെ ഫ്ലേവറായപ്പോഴും എന്താ ടേസ്റ്റ് കഴിക്കാമെന്നറിയും. അപ്പോൾ ഞാനിത് സാധാരണ വെറുതെ ഒന്ന് പരീക്ഷിച്ച് ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളത് യൂട്യൂബിലിടാമെന്ന് വെച്ചത്. അപ്പോൾ അത് കണ്ട ചെരിച്ച് വെച്ചിട്ട് എല്ലാ ഭാഗം അതിൻ്റെ പിന്നെ നീളനെ സൈഡൊന്ന് കുത്തി വെച്ചാൽ ആ സൈഡും ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അല്ലാതെ ഒരുവിധം ഫ്രൈ ആയതിൻ്റെ നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റമല്ല അത് കേട്ടോ ഒരു പാത്രത്തിലേക്ക്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ പപ്പായ കഴിക്കാത്ത കുട്ടികൾ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കഴിക്കാതിരിക്കില്ല കേട്ടോ. അത്രയും ടേസ്റ്റ് അതിന് കഴിച്ച് നോക്കിയാൽ അതിൻ്റെ അറിയുള്ളൂ ടേസ്റ്റ് എന്താണെന്നുള്ളത്. ഒരെണ്ണം കഴിച്ചാൽ നമ്മുടെ വയറ് നിറയും ചെയ്യും. ഒരെണ്ണം ഉണ്ടായാൽ മതി ഒരാൾക്ക്, അത് വയറ് നിറയും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരെണ്ണമൊക്കെ ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മളിനി എല്ലാതും ഫ്രൈ ചെയ്തെടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടാണ്. ഇനി എല്ലാവരും ഇതുപോലെ കണ്ട നല്ല ഭംഗിയുണ്ട് കാണാൻ. വെച്ച് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.